നമസ്കാരം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പണിക്കാർ. നോക്കാം വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് നടന്ന ചോദ്യം ചെയ്യൽ 2.5 മണിക്കൂർ നീണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊത്തുള്ള ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തതെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്യുന്ന ആദ്യ കോൺഗ്രസ് നേതാവാണ് UDF കൺവീനർ അടൂർ പ്രകാശ്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത് 2.5 മണിക്കൂർ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രമാണ് തന്നെ ചോദ്യം ചെയ്യാനുള്ള കാരണമെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യണമെന്ന് അടൂർ പ്രകാശ്. SITയുടെ SP എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് എന്നോട് പറഞ്ഞു. പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ പോയി അവർ ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ എല്ലാത്തിനും മറുപടി പറയുകയുണ്ടായി. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം മറ്റേ യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. മുഖ്യമന്ത്രി ആയിട്ടുള്ള ചിത്രമുണ്ടല്ലോ, ഒന്ന് കൊടുക്ക്. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ടോ മൂന്നോ മാസക്കാലം കഴിയുമ്പോൾ ഭരണം മാറും എന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാനില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ഇന്നലെ ഞാൻ കാസർഗോഡ് വെച്ച് പറഞ്ഞല്ലോ. കേരള പോലീസ് തടി രക്ഷിക്കാനാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. KPCC പ്രസിഡന്റിനെ വരെ ചോദ്യം ചെയ്തേക്കുമെന്നും പലരും വായിൽ തോന്നിയത് വിളിച്ചു പറയുമെന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജിബിൻ JB 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MPയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ സംശയിച്ച് കോൺഗ്രസ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC മുൻ അധ്യക്ഷൻ K സുധാകരനും ആരോപിച്ചു. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നന്നായി അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതിരോധം. UDFന്റെ രാഷ്ട്രീയ പ്രചരണ ജാഥ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ മുന്നണി കൺവീനർ അടൂർ പ്രകാശ് MPയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ് കോൺഗ്രസ് രാഷ്ട്രീയം ആരോപിക്കാൻ കാരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രമല്ലാതെ സ്വർണ്ണക്കൊള്ളയുമായി അടൂർ പ്രകാശിനെ ബന്ധപ്പെടുത്തുന്ന ഒന്നുമില്ലാതിരിക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലാണെന്ന് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ്. UDFനെ ഇതിനകത്ത് കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും അവർ വഷളാവത്തേ ഉള്ളൂ. ഇത് രാഷ്ട്രീയം തന്നെയല്ലേ? ഇത് SIT എന്ന് പറയുന്നത് കേരള പോലീസല്ലേ? സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയം ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതം ഉണ്ടാവുമല്ലോ, സ്വാഭാവികല്ലേ. അതിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ രാഷ്ട്രീയമുണ്ടോ? എന്നാൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിനോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചില്ല. ഇന്നലെ ഞാൻ കാസർഗോഡ് വെച്ച് പറഞ്ഞാൽ ചോദ്യം ചെയ്യലിന് തിരഞ്ഞെടുത്ത സമയം, അത് പുറത്തുവിട്ട രീതി എന്നിവ ചൂണ്ടിക്കാട്ടി UDF ആരോപണം ഉന്നയിക്കുമ്പോൾ ഹൈക്കോടതി ഉപയോഗിച്ചാണ് LDFന്റെ പ്രതിരോധം. 24 തിരുവനന്തപുരം. പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണവുമായി നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു. ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങിയെന്നും കരഞ്ഞ് കാലുപിടിച്ചിട്ടും തിരികെ തന്നില്ല എന്നും NM രാജു വെളിപ്പെടുത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ പണം നൽകി സഹായിക്കാറുണ്ടെന്നും അത് കൃത്യമായി തിരിച്ചു കൊടുത്തു എന്നുമായിരുന്നു ആന്റോ ആന്റണിയുടെ മറുപടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആന്റോ ആന്റണി MPക്ക് 2 കോടി രൂപ നൽകിയെന്നാണ് തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു ആരോപിക്കുന്നത്. 2 മാസത്തിനകം തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് തുക വാങ്ങിയത്. എന്നാൽ ഇതുവരെ 2 പ്രാവശ്യമായി 10 ലക്ഷം വീതം 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത്. ആ ക്യാമ്പയിനിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10-10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. കേരള കോൺഗ്രസ് എം സംസ്ഥാന ട്രഷററും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായിരുന്നു അന്ന് രാജു. വ്യക്തിബന്ധം കൊണ്ടാണ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പണം നൽകിയതെന്നും രാജു വ്യക്തമാക്കുന്നു. എന്നാൽ വെളിപ്പെടുത്തലിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ആന്റോ ആന്റണി MP 2 കോടി വാങ്ങിയെന്ന ആരോപണം തള്ളി. എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്ന് ഏതെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഇടതുമുന്നണിയിലാണ് നിൽക്കുന്നത്. ഇടതുമുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാണ്ട് അയാൾ നിയമപരമായിട്ട് കേസ് കൊടുത്തു. ആന്റോ ആന്റണിക്ക് നൽകിയത് നിക്ഷേപകരുടെ പണമാണെന്നും ഇക്കാര്യം EDയെയും ക്രൈംബ്രാഞ്ചിനെയും അറിയിച്ചെന്നും NM രാജു വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയ്ക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ ആന്റോ ആന്റണിക്കെതിരെ
സാമ്പത്തിക ക്രമക്കേട് ആരോപണമുയരുന്നത് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കും. വരും ദിവസങ്ങളിൽ വിഷയം ഭരണപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കിയേക്കും. ന്യൂസ് ഡെസ്ക് 24. ഫരീദാബാദിൽ യന്ത്ര ഊഞ്ഞാൽ തകർന്നു വീണ അപകടം. ഒരാൾ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിനിടെയാണ് പോലീസ് ഓഫീസറായ ജഗദീഷ് പ്രസാദിന് ജീവൻ നഷ്ടമായത്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, അത് കാണുമ്പോൾ തന്നെ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടലുണ്ടാകുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അവിടുത്തെ സംഭവം? അമൃത, വൈകുന്നേരം 6:15 ഈ അപകടം നടന്നത്. ഫരീദാബാദിൽ സൂരജ് കുണ്ട് ഇന്റർനാഷണൽ ക്രാഫ്റ്റ്സ് മേള പുരോഗമിക്കുകയായിരുന്നു. ആ ക്രാഫ്റ്റ്സ് മേളയിൽ ഉണ്ടായിരുന്ന യന്ത്ര ഊഞ്ഞാലാണ് തകർന്നു വീണിരിക്കുന്നത്. ഈ തകർന്നു വീണ യന്ത്ര ഊഞ്ഞാൽ സുനാമി സ്വിംഗ് എന്നാണ് ഈ റൈഡിന് ആ പേര് നൽകിയിരിക്കുന്നത്. ഇത് തകർന്നു വീഴുകയും പിന്നീട് സമീപത്തെ ഒരു പോലീസുകാരൻ ഈ തകർന്നു വീഴുന്നത് കണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു പോലീസുകാരന് ആ ജീവൻ നഷ്ടമായത്. ഈ യന്ത്ര ഊഞ്ഞാൽ ഈ പ്രവർത്തിക്കുന്ന സമയത്ത് ഏകദേശം 18ഓളം പേരായിരുന്നു യന്ത്ര ഊഞ്ഞാലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ പലർക്കും പരിക്കേറ്റുണ്ട്. അതിൽ പലരുടെയും നില ഗുരുതരമെന്നതാണ് മനസ്സിലാകുന്നത്. പരിക്കേറ്റവരെ ആ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും അപകട കാരണം സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മാത്രമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മെക്കാനിക്കൽ തകരാറാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും സംഭവ സ്ഥലത്ത് പരിശോധന അടക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനെതിരെ ഇൻസ്പെക്ടർ ജഗദീഷ് പ്രസാദിനാണ് ജീവൻ നഷ്ടമായത്. 13 പേരുണ്ടായിരുന്നു, അതിൽ 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമൃത. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. BJP പരിപാടിയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ്. തൃശൂരിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പങ്കെടുത്ത ബജറ്റ് ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തു. തൃശൂർ DCC സെക്രട്ടറിയും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുമായ K. ഗിരീഷ് കുമാറാണ് BJP വേദിയിലെത്തിയത്. ദേവസ്വം പ്രതിനിധിയായാണ് പങ്കെടുത്തതെന്നാണ് വിശദീകരണം. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, BJPയുടെ പരിപാടിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട്, എന്ത് വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്? നേരത്തെ അമൃത അദ്ദേഹം പറഞ്ഞതുപോലുള്ള ഒരു വിശദീകരണം മാത്രമാണ് DCC സെക്രട്ടറി നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ ഭാരവാഹി കൂടിയാണ്. അതുകൊണ്ട് ആ ദേവസ്വം ബോർഡ് ഭാരവാഹി എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നാണ് DCC സെക്രട്ടറി ഗിരീഷ് കുമാർ ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. ഇതിനു മുൻപ് LDFന്റെ പരിപാടിയിലും പങ്കെടുത്തുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് BJP പൂർണ്ണമായി തന്നെ പങ്കെടുത്ത ഒരു പരിപാടിയാണ്. സ്വാഭാവികമായി അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് BJP സംഘടിപ്പിച്ച പരിപാടിയാണ്, പൗരപ്രമുഖരെയൊക്കെ ക്ഷണിച്ചിരുന്നുവെന്ന് BJP നേതാക്കൾ പറയുന്നത്. പക്ഷെ അതിലെങ്ങനെയാണ് ഒരു DCC സെക്രട്ടറി പങ്കെടുക്കുക എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. എന്തായാലും DCC സെക്രട്ടറി പങ്കെടുത്തതിനെ കുറിച്ച് DCC ഭാരവാഹികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം, ഈ ഗിരീഷ് കുമാറിന്റെ വിശദീകരണം, ദേവസ്വം ബോർഡ്, തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ ഭാരവാഹിയാണ്, അതുകൊണ്ട് താൻ പങ്കെടുത്തു എന്നാണ്. എന്തായാലും കൃത്യമായ രാഷ്ട്രീയം തന്നെ, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത്. DCC സെക്രട്ടറിയായ ഗിരീഷ് കുമാർ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള വല്ല ചോദ്യങ്ങളും ഉന്നയിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചതായി നമ്മളടക്കം ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ അടക്കം ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. എന്നാലും കോൺഗ്രസ് നേതൃത്വം വെട്ടിലാണ്. DCC സെക്രട്ടറിയാണ് ഇപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. അവരൊരു വിശദീകരണം നാളെ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. ഡൽഹി മയൂർ വിഹാർ പോക്കറ്റ് 1 മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റി DMRC. ശ്രീറാം മന്ദിർ മയൂർ വിഹാർ എന്നാണ് മാറ്റിയത്. ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നടപടിയെന്നാണ് DMRC അറിയിക്കുന്നത്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഒരു മെട്രോ സ്റ്റേഷന്റെ പേര് കൂടി മാറ്റിയിരിക്കുകയാണിത്. എന്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നാണ് DMRCയുടെ വിശദീകരണം? ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റേതാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. മയൂർ വിഹാർ പോക്കറ്റ് 1 മെട്രോ സ്റ്റേഷന്റെ പേരാണ് ശ്രീറാം മന്ദിർ മയൂർ വിഹാർ എന്നാക്കി മാറ്റിയത്. ജനങ്ങൾക്കുണ്ടാകുന്ന ആശയക്കുഴപ്പം മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു നടപടി എന്നതാണ് DMRC വ്യക്തമാക്കുന്നത്. കാരണം മയൂർ വിഹാർ പോക്കറ്റ് 1 എന്നും അതുപോലെ തന്നെ മയൂർ വിഹാർ ഫേസ് 1 എന്ന 2 മെട്രോ സ്റ്റേഷനുകളുണ്ട്. അത് സമീപത്തുള്ള മെട്രോ സ്റ്റേഷനുകളാണ്. അപ്പോൾ ഈ 2 മെട്രോ സ്റ്റേഷനുകളും ആളുകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു എന്ന ഒരു വാദമാണ് ഇപ്പോൾ DMRC ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത്. ഈ മയൂർ വിഹാർ പോക്കറ്റ് 1 സമീപം തന്നെ ഒരു ശ്രീറാം മന്ദിർ കൂടിയുണ്ട്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ DMRC കടന്നിരിക്കുന്നു. ആ പേരുമാറ്റം ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്തായാലും നമുക്കറിയാം, രാജ്യത്തെ വിവിധ ഇടങ്ങളുടെ ആ പേരുമാറ്റം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഡൽഹിയിൽ പല റോഡുകളുടെയും പേര് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു മെട്രോ സ്റ്റേഷന്റെ പേര് കൂടി DMRC മാറ്റിയിരിക്കുന്നത്. ശരി അരവിന്ദ്.
എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചെന്ന് പരാതി. നെല്ലിക്കുഴി സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം TM അബ്ദുൽ അസീസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിന് പിന്നിൽ STPI പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചു. ലാൽകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലാലി, സംഭവത്തിന് പിന്നിൽ STPI ആണെന്ന് CPIM പറയുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് കോതമംഗലം നെല്ലിക്കുഴിക്ക് സമീപത്ത് മേദല പള്ളിപ്പടിയിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ ഒരു പള്ളിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചൊരു തർക്കം ഈ പ്രദേശത്തുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിന് പിന്നാലെ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. അതിൽ പരിക്കേറ്റ ഒരാളെ കണ്ട് തിരിച്ചു വരുന്നതിനിടയിലാണ് മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ TM അബ്ദുൾ അസീസിന് മർദ്ദനമേറ്റതായി പറയപ്പെടുന്നത്. ഇദ്ദേഹം ബൈക്കിൽ വരുന്ന വഴിക്ക് കയർ കെട്ടി വഴി തടഞ്ഞ് വീഴ്ത്തിയതിനു ശേഷം സംഘം ചേർന്ന് ഒരു 7 പേർ ചേർന്ന് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ചെറിയ രീതിയിൽ പരിക്ക് പറ്റി ഇദ്ദേഹത്തെ കോതമംഗലത്തെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തുടർ ചികിത്സയും നൽകി വരുന്നുണ്ട്. ഈ തർക്കത്തിൽ പാർട്ടിയും കുടുംബവും ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നു. UDFന്റെ പിന്തുണയോടുകൂടി SDPI പ്രവർത്തകർ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. വിഷയത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് നിലവിൽ CPIMന്റെ തീരുമാനം. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്. തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും. എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിലാണ് CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചു എന്നുള്ള പരാതി പുറത്തുവരുന്നത്. ആ പ്രതികരണത്തിലേക്ക്. ഒരു പ്രകോപനവും ഇല്ലാതെ ബൈക്കിലാണ് വരുന്നത്. ആ ബൈക്കിൻ്റെ വട്ടം ഒരു വലിയ ചരട് കെട്ടി റോഡിന് കുറുകെയാണ്. ആളെ മറിച്ച് വീഴ്ത്തി ഒരു 7ഓളം പേര് വരുന്ന സംഘം, ആളുടെ പേരൊക്കെ കൃത്യമായിട്ട് അബ്ദുൾ അസീസിന് അറിയാം, ക്രൂരമായിട്ട് മർദ്ദിച്ച് അവശനാക്കി. പ്രിയപ്പെട്ട അബ്ദുൾ അസീസിനെ വധിക്കാൻ ശ്രമിച്ച, ക്രൂരമായിട്ട് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും വളരെ അടിയന്തര സ്വഭാവത്തോടുകൂടി ഇടപെട്ട് പിടിച്ചില്ലെങ്കിൽ CPM രംഗത്തിറങ്ങുമെന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ടു പോകുമെന്ന് ആത്മഹത്യ ചെയ്ത വ്യവസായി ഡോക്ടർ റോയ് CGയുടെ മകൻ രോഹിത് റോയ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ മുന്നോട്ടു പോകും. ഇതുവരെ കൂടെ നിന്നവരെയെല്ലാം ചേർത്ത് നിർത്തുമെന്നും രോഹിത് റോയ് പറഞ്ഞു. സമൂഹമാധ്യമത്തിലൂടെയാണ് രോഹിത്തിന്റെ പ്രതികരണം. The Confident Group continues to function with stability, discipline and focus, and all commitments remain firmly in place. To many people who stood with us, colleagues, partners, customers, and well-wishers across the regions, my family and our teams are deeply grateful. Your support during this time is felt respected and remembered. Loss does not weaken institutions built on principle, it tests them. Confident Group moves forward steady and accountable. What was built on conviction will endure. തിരുവനന്തപുരം വെമ്പായത്ത് KSRTC ബസ്സിടിച്ച് യുവാവ് മരിച്ച അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന്. നിയന്ത്രണം വിട്ട ബസ് ഇരുചക്ര വാഹനത്തെ ഇടിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കുണ്ട്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDF, UDF ജാഥകളിലും ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചർച്ചയാക്കി നേതാക്കൾ. UDFന്റെ പുതുയുഗ യാത്ര വർഗീയ ശക്തികളെ വെള്ളപൂശുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. MV ഗോവിന്ദൻ UDFനെ വർഗീയത പഠിപ്പിക്കാൻ വരേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് സത്യവാങ്മൂലം നൽകാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ എന്ന് മുതിർന്ന CPIM നേതാവ് AK ബാലൻ വെല്ലുവിളിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ പ്രധാന വിഷയമായിരുന്ന ജമാഅത്തെ ഇസ്ലാമി ബന്ധം തന്നെയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെയും മുൻപന്തിയിൽ നിൽക്കുക എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ പ്രസ്താവനയാണ് രാഷ്ട്രീയ സംവാദങ്ങൾക്ക് തുടക്കമിട്ടത്. രാഷ്ട്രീയ അവസരം മുന്നിൽ കണ്ട CPIM ചാടി വീണു. ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. മുമ്പ് കോലീബി സഖ്യ ഉണ്ടായിരുന്നത്, ഇപ്പോൾ കോലീബി സഖ്യത്തിൻ്റെ പുറമെ ജമാഅത്തെ ഇസ്ലാമിയുമായും സഖ്യം എന്നുള്ളതാണ് പുതിയ അവരുടെ കാഴ്ചപ്പാട്. UDFനെ പിന്തുണയ്ക്കുമ്പോൾ മാത്രം വർഗീയ നിലപാടെന്ന് ആരോപിക്കുന്ന LDFന് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. 42 വർഷക്കാലം തോളിൽ വെച്ചുകൊണ്ട് നടന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അന്ന് അവരിതെല്ലാം പറഞ്ഞതാണ്. അന്ന് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചതോടെ UDFന്റെ രാഷ്ട്രീയ അടിത്തറ ഇല്ലാതായെന്ന് മുതിർന്ന CPIM നേതാവ് AK ബാലൻ പ്രതികരിച്ചു. അവരുയർത്തുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്,
ദേശീയതക്കെതിരാണ്. അതിൽ നിന്ന് ഞങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റുമോ കോടതിയിൽ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. രാഷ്ട്രീയമായി ഇതുപോലെ അധപ്പതിച്ച ഒരു കാലഘട്ടമില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി നേരത്തെ ബന്ധമുണ്ടാക്കിയവരാണ് ഇപ്പോൾ UDF-നെതിരെ കുറ്റം ആരോപിക്കുന്നതെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. ഇത്തരം ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞ് പരസ്യ നിലപാടെടുക്കുന്നവർക്ക് ആരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാന്ന് പറയില്ല എന്ന് മാത്രമേ സതീശൻ പറഞ്ഞിട്ടുള്ളൂ. ഉപാധിയുമില്ലാതെ ആരെങ്കിലും വന്ന് പിന്തുണ തരുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാന്നുള്ള ആ പറയുന്നത് ആരാണ്? അവർ ഉപാധികൾ വെച്ച കാലത്ത് അവരുടെ പിന്തുണ തേടിയ CPM ആണ് ഇപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നത്. അതിലൊരു കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമി ബന്ധം തിരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ രാഷ്ട്രീയ രംഗം ചൂടുപിടിക്കുകയാണ്. 24 തിരുവനന്തപുരം. UDF-ൽ സീറ്റ് ഉറപ്പിച്ച സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സജീവമാകുന്നു. പാലാ മണ്ഡലത്തിൽ മാണി സി കാപ്പനും കുന്നത്തൂർ മണ്ഡലത്തിൽ ഉല്ലാസ് കോവൂരും അനൌദ്യോഗിക പ്രചാരണം തുടങ്ങി. സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമായില്ല എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24-നോട്. UDF-ന്റെ നേതാക്കൾ സീറ്റ് വിഭജന ചർച്ചകളിലും വെച്ചുമാറൽ നിർദ്ദേശങ്ങളിലും തല പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. എന്നാൽ പാലായിലും കുന്നത്തൂരും ഇതൊന്നും ബാധകമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ തന്നെ മത്സരിക്കാൻ UDF നേതൃത്വം നിർദ്ദേശിച്ചതായി മാണി സി കാപ്പൻ 24-നോട്. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും, കഴിഞ്ഞ തവണത്തേക്കാൾ ഏറെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഭിത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഭിത്തി എഴുതി നമ്മളിപ്പം ഭിത്തി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കുന്നത്തൂരും ഇത് തന്നെയാണ് സ്ഥിതി. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് ഉല്ലാസ് കോവൂർ പ്രചാരണം തുടങ്ങി. വികസന മുരടിപ്പ് പ്രചാരണ ആയുധമാക്കുമെന്ന ഉല്ലാസ് കോവൂർ 24-നോട്. ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ നിയമസഭയിൽ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ഒരു കരുത്തും പ്രകടിപ്പിക്കാത്ത ഒരു അംഗമാണ് ഈ സീനിയർ മോസ്റ്റ് അംഗം. അതിനെതിരായി ജനങ്ങൾ നിലപാട് സ്വീകരിക്കും. സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമായില്ലെന്നും UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. ഞങ്ങൾ 100-ൽ കുറയാതുള്ള സീറ്റുകളിൽ UDF ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കും. ഈ ജാഥയിൽ തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ തന്നെ എന്തായാലും നമ്മുടെ സ്ഥാനാർത്ഥി നിർണയവും മറ്റും ഉണ്ടാകും. സീറ്റ് വിഭജനം പൂർത്തിയായില്ലെങ്കിലും സിറ്റിംഗ് മണ്ഡലങ്ങളിലെ MLA-മാരും ഘടകകക്ഷികൾക്ക് ഉറപ്പുള്ള മണ്ഡലങ്ങളിലും പ്രചാരണം തുടങ്ങാൻ UDF നേതാക്കൾ അനൌദ്യോഗിക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന പ്രമേയം പാസാക്കി സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കാസർകോട് കുണിയയിൽ നടക്കുന്ന സമസ്ത 100-ാം വാർഷിക സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് തീരുമാനം നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. പ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് പ്രമേയത്തിൽ പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.